തൊട്ടുപുറത്ത് അല്ലാഹു തആല മറ്റൊരു കാര്യം കൂടി പറയാം, അതിന് നേരെ വിപരീതം. ഈമാനില്ലാത്ത ആൾക്കാർ അവസ്ഥ എന്താ? അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഈമാനില്ലാത്ത രണ്ട് ടീമാണ്, ഒന്ന് കാഫിർ, മറ്റൊന്ന് മുനാഫിഖ്. രണ്ടുപേര് ദുനിയാവിൽ വെച്ച് ചെയ്യുന്ന പുണ്യകർമ്മങ്ങളുടെ അവസ്ഥ എന്താണ്? വല്ലദീന കഫറൂ അഅമാലുഹും കസറാബിൻ ബിഖിആ. സത്യനിഷേധികൾ, വിശ്വാസമില്ലാത്ത ആളുകൾ, അവർ ചെയ്യുന്ന പുണ്യകർമ്മങ്ങൾ അഅമാലുഹും കസറാബിൻ ബിഖിആ, ഒഴിഞ്ഞു കിടക്കുന്ന, നിരന്ന് കിടക്കുന്ന നിരപ്പായ ഭൂമിയിലെ മരീചിക പോലെയാണ്. മരീചിക എന്ന് പറഞ്ഞാൽ സഹോദരന്മാരെ, നല്ല നട്ടുച്ച സമയത്ത്, വെയിലുദിക്കുന്ന സമയത്ത് ഈ ഗ്രൗണ്ടിന്റെ നടുവിലേക്ക്, നിരന്ന് നിൽക്കുന്ന റോഡിന്റെ നടുവിലേക്ക് ഒക്കെ നമ്മൾ ഇങ്ങനെ ദൂരത്തുനിന്ന് നോക്കിയാൽ വെള്ളമുണ്ടെന്ന് തോന്നിക്കുന്ന രൂപത്തില് എന്തോ ഇങ്ങനെ പൊന്തിപ്പാറി കളിക്കുന്നത് കാണും ദൂരത്തുനിന്ന് നോക്കുമ്പോ. മരുഭൂമിയിലൊക്കെ ധാരാളം കാണാൻ പറ്റും മരീചികകൾ. പക്ഷേ സംഗതി അവിടെ എത്തി നോക്കുമ്പോ അവിടെ വെള്ളമില്ല. വെള്ളം കിട്ടുമെന്നതിന് ഊഹിക്കാൻ പറ്റുന്ന അടയാളങ്ങളുമില്ല. ഒരു മരീചികയാണ്, കാര്യമായിട്ടൊന്നും കാണാനില്ല. അത് നട്ടുച്ച സമയത്ത് സൂര്യപ്രകാശം കൊണ്ടുണ്ടായി തീരുന്ന ചെറിയ തിളക്കമാണ്. അതുപോലെയാണ് കസറാബിൻ ബിഖിആ, സമനിരപ്പായ സ്ഥലത്തുള്ള മരീചിക പോലെയാണ്. ദാഹിച്ച് വലയുന്നവൻ ദൂരത്തുനിന്ന് നോക്കുമ്പോൾ വെള്ളമാണെന്ന് വിചാരിക്കും. ഹത്താ ഇദാ ജാഅഹു, അങ്ങനെ അതിനടുത്തെത്തിയാൽ ലം യജിദുഹു ഷൈആ, ഒരു പരിഗണിക്കാൻ പറ്റുന്ന ഒരു വസ്തു പോലും അവിടെ കണ്ടെത്തിക്കൂല, ഒന്നും കാണാൻ കഴിയൂല. വെള്ളമാണെന്ന് വിചാരിച്ച് അങ്ങോട്ട് ചെല്ലുമ്പോ വെള്ളവും കാണൂല. എന്നാ വെള്ളമുണ്ടെന്നതിന് സാധ്യതയുള്ള വല്ലതുണ്ടോ? അതും ഇല്ല. വവജദല്ലാഹ ഇൻദഹു, തൊട്ട് താഴെ പറയുന്നത് അവൻ അള്ളാഹുവിന്റെ അടുത്തെത്തും. സത്യനിഷേധിയായ മനുഷ്യൻ അള്ളാഹുവിന്റെ അടുക്കൽ അവൻ ചെയ്ത കർമ്മങ്ങൾ മുഴുവനും അവൻ കാണും. ഫവഫാഹു ഹിസാബഹു, അവനുള്ള വിചാരണ അള്ളാഹു പൂർണ്ണമാക്കി കൊടുക്കും. വല്ലാഹു സരീഉൽ ഹിസാബ്, അള്ളാഹു വിചാരണ വേഗത്തിലാക്കുന്നവനാണ്. അമലുകളൊക്കെ അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ അതിനൊരു ഷർത്തുണ്ട്, അത് ഈമാനാണ്. ഈമാനില്ലാതെ എത്ര അമല് ചെയ്തിട്ടും കുത്തി മറിഞ്ഞിട്ടും ഒരു ഫലമില്ല. ശരിയായ നിലക്കുള്ള ഈമാനുമാണ്. അള്ളാഹു നമ്മുടെ ഈമാൻ കബൂൽ ചെയ്യുമാറാകട്ടെ. ഈമാനിൽ കുറവ് സംഭവിച്ച, അതിൽ തിരുത്ത് സംഭവിച്ച, ഈമാനിന്റെ ബൗണ്ടറിയിൽ നിന്ന് ആള് പുറത്തു പോയിട്ട് മുർത്തദ്ദായി മാറിയാൽ അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ഇപ്പോഴൊക്കെ ഈ പറയുന്ന സുഹൃതങ്ങൾ ഇത് സാധാ കർമ്മങ്ങളല്ല. അഅമാലുഹു എന്ന് പറഞ്ഞാൽ എണ്ണി തിട്ടപ്പെടുത്തിയാൽ ആൾക്കാരൊക്കെ നല്ലത് എന്ന് പറയുന്നത് കുടുംബബന്ധം പുലർത്തുക, അതുപോലെ തന്നെ പാവപ്പെട്ടവരെ സഹായിക്കുക, അതുപോലെ തന്നെ രോഗികൾക്ക് ശുശ്രൂഷ നൽകുക, അതുപോലെ വന്ന അതിഥികളെ സൽക്കരിക്കുക തുടങ്ങി അതിനോടങ്ങോട്ട് ഈമാൻ ചേർക്കുകയാണെങ്കിൽ വലിയ ഡിഗ്രിയുള്ള സവാബൻ അല്ലാഹു തരും. അത്രയും കനപ്പെട്ട പുണ്യകർമ്മങ്ങൾ. പക്ഷെ അതൊക്കെ ചെയ്യുന്നുണ്ട്. ചെയ്തിട്ടെന്താ കാര്യം? ഇതൊക്കെ കിട്ടുന്ന വിചാരിക്ക. ആര് വിചാരിക്കും പോലെ? ദാഹിച്ച് വലഞ്ഞവൻ മരീചിക കണ്ടിട്ട് വെള്ളമാണെന്ന് കരുതിപ്പോകും പോലെ ഇതൊക്കെ കിട്ടുമെന്ന വിചാരമുണ്ടാകും. പക്ഷേ അങ്ങോട്ട് അടുത്ത് നിർത്തി നോക്കുമ്പോഴല്ലേ അവിടെ ഒന്നും തന്നെ കാണാൻ കഴിയൂല, ഒന്നും എത്തിക്കാൻ കഴിയൂല. കാരണം എന്താണെന്നറിയോ നിങ്ങൾ സഹോദരന്മാരെ? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ ചെയ്ത പുണ്യകർമ്മങ്ങൾക്ക് സ്വീകാര്യതയും പ്രതിഫലവും കിട്ടണമെങ്കിൽ ഈമാൻ ഷർത്താണ്. ഈമാനില്ലാതെ ഒന്നും കിട്ടൂല. കിട്ടണമെങ്കിൽ പൂർവ്വകാലത്ത് ജീവിച്ച എത്രയോ പുണ്യകർമ്മങ്ങൾ ചെയ്ത ആളുകളുണ്ട്, അവർക്ക് കിട്ടണം. ഇപ്പൊ മക്കത്തും ഒക്കെ അറിയപ്പെട്ട ഒരു ധർമ്മിഷ്ഠനാണ്. മക്കയിൽ മാത്രമല്ല, പരിസരങ്ങളിലൊക്കെ അറിയപ്പെട്ട ഒരു ധർമ്മിഷ്ഠനായിരുന്നു ഇബ്നു ജദ്ആൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ. അറിയപ്പെട്ട ധർമ്മിഷ്ഠൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു അയാളുടെ സ്വഭാവം എന്നറിയോ? ഓരോ ദിവസവും ചുരുങ്ങിയത് 1000 ആൾക്ക് ഭക്ഷണം കൊടുക്കും. ആണ്ടായിട്ടല്ല, എല്ലാ ദിവസവും വലിയ ഒരു കർമ്മല്ലേ ഭക്ഷണം കൊടുക്കാന്ന് പറഞ്ഞത്. ഭക്ഷണം കൊടുക്കാന്ന് പറഞ്ഞ സഹോദരന്മാരെ ഒരു മനുഷ്യനെ സമ്മതിക്കേണ്ട വിഷയമാണ്. അയാൾ സംഖ്യ ചെലവാക്കുന്നു നോക്കിയിട്ടല്ല, ആ കർമ്മത്തിന്റെ വലുപ്പവും അതിന്റെ സൗന്ദര്യവും
അതുകൊണ്ടാണ് സ്വർഗത്തിൽ പോകുന്ന ആളുകളുടെ അടയാളം പറഞ്ഞു കൊടുത്തു പോലും ഭക്ഷണം കൊടുക്കാൻ അള്ളാഹു എണ്ണി പറഞ്ഞിട്ടുണ്ട്. സ്വർഗത്ത് പോകുന്ന ഭക്ഷണം കൊടുക്കാൻ വലിയ താല്പര്യമാണ്. സാധുക്കൾക്ക് ഭക്ഷണം കൊടുക്കാൻ അവർക്ക് അത് ഒരു താല്പര്യമാണ്. അതിലവർക്കൊരു മടിയില്ല, ഒരു മടുപ്പില്ല. ഏതെങ്കിലും പാവപ്പെട്ട ആൾക്കാർക്കൊന്ന് ഭക്ഷണം കൊടുക്കുക. നാട്ടില് ആരുമില്ലാതെ കഴിയുന്ന ഒരു യതീമുണ്ട്, ആ യതീമിന് ആ കുടുംബത്തിന് പെരുന്നാൾ ഭക്ഷണം നമ്മളെ വകാക്കുക. ഇങ്ങനൊക്കെ ചിന്തിച്ചു കൊടുക്കുന്ന ഭക്ഷണം ഉണ്ടല്ലോ, അതിന് വലിയ മഹത്വമുണ്ട്, വലിയ പുണ്യമുണ്ട്. അല്ലെങ്കിൽ ഓർക്ക് റമദാനിൽ 30 ദിവസം കഴിയാനുള്ള ഭക്ഷണം നമ്മളെ വകാക്കുക, ഒരു കിറ്റ്. അങ്ങനൊക്കെ ചിന്തിച്ചു കൊടുക്കുന്ന ഒരുപാട് മനുഷ്യന്മാരുണ്ട്, നല്ല നല്ല ആളുകളുണ്ട്, ഇപ്പോഴും ഉണ്ട്, എപ്പോഴും ഉണ്ട്. റമദാനിൽ എത്രയോ ആളുകൾക്ക് അവർ നോമ്പ് തുറക്കാനും അത്താഴത്തിനൊക്കെ കിറ്റ് വിതരണം ചെയ്യുന്ന എത്രയോ നല്ല നല്ല സമ്പന്നരുണ്ട് സഹോദരങ്ങൾ. അള്ളാഹു അതൊക്കെ സ്വീകരിക്കുമാറാകട്ടെ. കഴിഞ്ഞ വർഷം എൻ്റെ ഒരു പരിചയക്കാരൻ സുഹൃത്ത്, കഴിഞ്ഞ വർഷവും മുമ്പത്തെ വർഷം, അയാൾ എൻ്റെ കൈവശം ഏൽപ്പിച്ചത് തന്നെ 2 ലക്ഷത്തിലധികം വരുന്ന സംഖ്യക്ക് കിറ്റ് കൊടുക്കാനാണ്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അദ്ദേഹം വിദേശത്താണ്, ജോലിയിലേക്ക് അള്ളാഹു ബർക്കത്ത് കൊടുക്കട്ടെ. റമദാനില് മുഴുവനും ഒരു കുടുംബത്തിന്, ഒരു 5, 6, 7 അംഗങ്ങളുടെ ഒരു കുടുംബത്തിന് കഴിച്ചു കൂട്ടാൻ പറ്റുന്ന വലിയൊരു കിറ്റ്. ആ കൊടുക്കുന്ന ഭക്ഷണത്തിന് ചെറിയ സവാബൊന്നുമല്ല. അതുകൊണ്ടാണ് ഇബ്നു ജദ്ആൻ സ്വർഗത്തിൽ കടക്കുമോ ആഖിറത്തിൽ ഇബ്നു ജദ്ആൻ ആ കൊടുത്തതൊക്കെ ഉപകരിക്കുമോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദ്യം. എന്ത്? ഓരോ ദിവസവും ചുരുങ്ങിയത് 1000 ആളുകൾക്കുള്ള ഭക്ഷണം, അതിലേറെ ആളുണ്ടാവും. ഇബ്നു ജദ്ആന്റെ വീട്ടുമുറ്റത്ത് ഒരു ചെമ്പുണ്ടായിരുന്നു. ഇമാം നബി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ആ ചെമ്പിലേക്ക് കയറണമെങ്കിൽ തന്നെ നല്ലൊരു കോണി വെക്കണം. അങ്ങനെ അത്രയും ഉയരത്തിലാണ്. അടുപ്പ്, ചെറിയ അടുപ്പുമ്പോൾ അത് വേഗൂല. അടുപ്പനെ ഇങ്ങനെ കെട്ടിപ്പൊക്കിയിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഇങ്ങനെ ഒരു കോണി വെച്ചിട്ട് അങ്ങോട്ട് കയറി അതിന് മുക്കി കൊടുക്കുന്നത്, എടുത്തു കൊടുക്കുന്നത്. ഇങ്ങനെ ഭക്ഷണം കൊടുത്ത് ആളുകൾക്ക് സേവനം ചെയ്തിരുന്ന ഇബ്നു ജദ്ആൻ എന്തുകൊണ്ട് സ്വർഗത്തിലെത്തൂല? എന്തുകൊണ്ട് ആഖിറത്തിൽ ഫലം കിട്ടൂല? തങ്ങളെ മറുപടി, ഇന്നഹു ലം യഖുൽ യൗമൻ റബ്ബിഗ്ഫിർലി ഖതീഅതി യൗമദ്ദീൻ. പരലോക വിശ്വാസം ഒരിക്കൽ പോലും സമ്മതിച്ചിട്ടില്ല, പറഞ്ഞിട്ടില്ല. പരലോകത്തിന് വിശ്വാസം വേണ്ടേ? പരലോകം ഉണ്ടോ ഇല്ലേന്നാണോ ആശങ്ക, സംശയം? ദിനേന പരലോകം ഉണ്ടെന്നതിന് അള്ളാഹു തെളിവ് തരുന്നില്ലേ? നിങ്ങൾ നോക്കി, ഈ ഭൂമിയെ കണ്ടില്ലേ നിങ്ങൾ? ഈ മുറ്റം, ഈ മുറ്റത്ത് എവിടെയെങ്കിലും പുല്ല് കാണുന്നുണ്ടോ? ഒന്ന് മഴ പെയ്തു നോക്കട്ടെ, നല്ല പുല്ലും ചെടിയും കാണാം, നല്ല പച്ചപ്പുള്ള പുല്ലുകളും ചെടികളും കാണാം. ഈ റോഡ് സൈഡിലൊക്കെ ഇഷ്ടം പോലെ പച്ചപ്പോടെ നിൽക്കുന്നത് കാണാം. ഉണങ്ങിയ സ്ഥലത്ത് ഈ പച്ചപ്പ് നന്നവനാരാണ്? എന്തിനാണ് അല്ലാഹു അങ്ങനെ ഒരു പച്ചപ്പ് മഴയിലൂടെ തരുന്നത്? വിശ്വാസമുള്ള ആളുകൾക്ക് വിശ്വാസം വർദ്ധിക്കാനും അല്ലാത്തവർക്ക് പരലോകമുണ്ടെന്നതിന് തെളിവുമായിട്ടാണത്. അതെ, ഇല്ലാതെയായി പോയതിനെ വീണ്ടും പടക്കുക എന്നതല്ലേ? ഒന്നുമില്ലാത്ത സ്ഥലത്തല്ലേ പുല്ല് മുളപ്പിക്കുന്നത്? ഒന്നുമില്ലാത്ത സ്ഥലത്തല്ലേ കായ്കനികളുള്ള നല്ല മരങ്ങൾ, ചെടികൾ മുളപ്പിക്കുന്നത്? ആരാ വിത്ത് കൊണ്ട് കാരണമായകളെ കൊണ്ടുവരുമ്പോ അള്ളാഹു ഒരു ചാറ്റിൽ മഴ നൽകുന്നുണ്ട്. ആ ചാറ്റിൽ മഴയിലൂടെ ഇതുവരെ ഭൂമിക്കടിയിൽ കിടന്ന മനുഷ്യന്മാരെ പുറത്തേക്ക് കൊണ്ടുവരുന്നുണ്ട്. മഴ പെയ്തിട്ട് പുല്ലുപുഷ്പങ്ങളും മുളക്കുന്നതിനെ സംബന്ധിച്ച് പറഞ്ഞിട്ട് തൊട്ടു താഴെ അള്ളാഹു പറഞ്ഞു, കദാലികൽ ഖുറൂജ്. ആഖിറത്തിലേക്കുള്ള ആഗമനവും അങ്ങനെയാണ്, ആഖിറത്തിലേക്കുള്ള പുറപ്പാടും അങ്ങനെയാണ്. ഒന്നാമത്തെ ഊത്ത് ഊതിക്കഴിഞ്ഞാൽ രണ്ടാമത്തെ ഊത്തിന്റെ ഇടക്കൊരു 40 കൊല്ലമുണ്ട്. സഹോദരന്മാരെ, ആ 40 കൊല്ലത്തിൽ ചാറ്റിൽ മഴ വർഷിക്കുന്നുണ്ട്. എവിടെയെല്ലാം മനുഷ്യര്, ജിന്നുകള്, പക്ഷികള്, മൃഗങ്ങള്, പ്രാണികള് എവിടെയെല്ലാം കടക്കുന്നുണ്ടോ അവിടൊക്കെ ഓരോ തുള്ളി ചാറ്റിൽ മഴ വർഷിക്കും. അതാ അടുത്ത വിളിയാളം വരുമ്പോഴേക്ക് എല്ലാവരും പോയി. ഭൂമിയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് ചേർന്നു പോയ അസ്ഥികൾ, അതുപോലെ തന്നെ വിവിധ ഭാഗങ്ങളിൽ കൊണ്ടുപോയിട്ട അവരുടെ ശരീരത്തിന്റെ ഭാഗങ്ങൾ ഓരോന്നും ഓരോ നദിയിലാണോ കൊണ്ടുപോയിട്ടത്?
സെക്കൻഡുകളുടെ മൈക്രോ സെക്കൻഡുകളുടെ അതിലും വേഗതയിൽ അല്ലാഹു തആല അതിനെ ഒരുമിച്ച് കൂട്ടുന്നു. മുഴുവനും ഒരുമിച്ച് കൂട്ടി ഒരു ബോഡിയാക്കി വെച്ചിട്ട് വിളിയാളം കേട്ട് ഉണർന്നു വരുന്നു, പുറത്തേക്ക് വരുന്നു. ഇന്നൊരു മഴ പെയ്തിട്ട് ഇല്ലാത്ത സ്ഥലങ്ങളില് ഇതുവരെ കാണാത്തത് മുളച്ചിട്ട് പലപ്പോഴും കായ്ക്കനികളുള്ള നല്ല മരങ്ങൾ വരാറുണ്ട്, നല്ല പച്ചക്കറികളുള്ള ചെടികൾ വരാറുണ്ട്, ഭക്ഷിക്കാൻ യോഗ്യമായ പുല്ലുകളും മറ്റും വരാറുണ്ട്. ഇത് അല്ലാഹു കാണിച്ചു തരുമ്പോ ഇവിടെ നേരത്തെ ഒന്നില്ലല്ലോ, ഇപ്പത് വന്നല്ലോ. എന്നാൽ ഇങ്ങനെ ഒരു സംഭവം പരലോകത്ത് നടക്കാനുണ്ട്. അതിന്റെ പേരാണ് പുനർജീവിതം. അത് ശരിയായ നിലക്ക് ഈമാന് വേണം. ഈ 1000 ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്ന ഇബ്നു ജദ്ആന് പരലോകത്തുള്ള ഈമാനില്ല. അതുകൊണ്ട് എത്ര ദിവസം അയാൾ 1000 പേർക്ക് ഭക്ഷണം കൊടുത്തു, ഒന്നും കിട്ടൂല. ഈമാനാണ് കാതൽ. മുനാഫിക്കീങ്ങൾ എമ്പാടുമുണ്ട് സഹോദരന്മാരെ. നമ്മുടെ നാട്ടില് ഈമാനില്ല. അധിക പേർക്കും സംശയം ആദരവായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിഷയത്തിലും കാര്യത്തിലുമാണ്. ഇഷ്ടം പോലെ നിസ്കരിക്കാൻ അവർ അവ്വൽ വക്തിൽ തന്നെ റെഡിയാണ്. ചില ടൗണിലൊക്കെ പോയാൽ ആൾക്കാർ പറയും അയാൾ കാര്യത്തിലൊക്കെ ഉഷാറാണ്, ഈമാനില്ലെങ്കിലും. നിസ്കരിച്ചാലും കാര്യത്തിനൊക്കെ ഉഷാറാണ്, സ്വതക്ക കൊടുക്കാനും ഉഷാറാണ്, ഈമാനില്ലെങ്കിലും. എന്താക്കി ഈമാന്റെ കുറവ്? ഇസ്രാ മിഅ്റാജ് അയാൾ സമ്മതിക്കൂല, സ്വപ്നമാണെന്ന് പറയും. നേർക്ക് നേരെ പറയും അത് സ്വപ്നമാണെന്ന്. സുബ്ഹാനല്ലാഹ്, ലക്ഷക്കണക്കിന് ഹദീസ് പഠിച്ച പണ്ഡിതന്മാര് പറയുന്നു സ്വപ്നമല്ല, അതൊരു യാഥാർത്ഥ്യ സംഭവമാണ്. റബ്ബിന്റെ പരിശുദ്ധി വാഴ്ത്തുന്നു, സമ്മതിക്കുന്നു, അംഗീകരിക്കുന്നു. സുബ്ഹാന എന്ന വചനം അതൊരു തഅജ്ജുബിന്റെ വചനമാണ്. അല്ലാഹ്ക്കല്ല തഅജ്ജുബ്, നമുക്കാണ്. നമ്മളിലേക്ക് ചേർത്തിയിട്ട് അത്ഭുതമാണ്. അതുകൊണ്ടല്ലേ മക്കക്കാര് പറഞ്ഞത്, ഞങ്ങൾ 30 ദിവസം 40 ദിവസം യാത്ര നടത്തുന്നിടക്ക് ഒരു രാത്രിയിലെ കുറഞ്ഞ ടൈം കൊണ്ട് പോയി വന്നൂന്നോ, അത് വിശ്വസിക്കാൻ ഞങ്ങളെ കിട്ടൂല. നിങ്ങൾ വിശ്വസിക്കുന്നേ വേണ്ടി വരും. അപ്പൊ അവർ ചോദിച്ചു, ഞങ്ങളെ യാത്രാ സംഘത്തെ കണ്ടോന്ന് ചോദിച്ചു. ആ കണ്ടു, ഞാൻ പോകുമ്പോ ഇന്ന സ്ഥലത്തുണ്ട്, ഞാൻ വരുമ്പോ ഇന്ന സ്ഥലത്തുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഷാമിലേക്ക് പോകുന്ന ഞങ്ങളെ കച്ചവട സംഘത്തെ കണ്ടോ? കണ്ടു, ഞാൻ അവരെ വിളിച്ചു, നിങ്ങൾ വരുമ്പോ ചോദിച്ചോ. അവരെന്ന് വരും? അവരിതാ തിങ്കളും കഴിഞ്ഞ് ചൊവ്വയും കഴിഞ്ഞ് ബുധന് വരും. ഇവിടത്തെ മക്കയിലെത്തും. അവരിങ്ങനെ മക്കാരിങ്ങനെ കാത്തിരിക്കണം, ഒരു വരുമോ? വന്നിട്ടില്ലെങ്കിൽ കൂക്കല് കൂക്കണം, ആകെ കൂടി ഒച്ചപ്പാണ്ടാക്കണം, ഇത് കളവാന്ന് പറയണം. ഉച്ചയോടടുക്കുമ്പോഴേക്ക് യാത്രാ സംഘം എത്തി. കച്ചവട സംഘത്തോട് ചോദിച്ചു, നിങ്ങൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സൗണ്ട് കേട്ടിരുന്നു? ആ രാത്രി ഞങ്ങളെ വിളിച്ചപ്പോൾ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു ഹാദാ സൗത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹാദാ സൗത്ത് മുഹമ്മദ്. പരസ്പരം ആൾക്കാർ പറഞ്ഞു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശബ്ദാണല്ലോ കേട്ടത്. കാരണം കേട്ട് പരിചയമുണ്ടല്ലോ മക്കത്തുനിന്ന്. ആ സൗണ്ടാണല്ലോ കേട്ടത്. എവിടെ എല്ലാവരും ചോദിക്കണേ, എവിടെ? നിങ്ങളെ ഈ സൗണ്ട് കേട്ടപ്പോ എന്താ നിങ്ങൾക്ക് പണി? നിങ്ങൾക്ക് എന്താണ് പണി എന്നും കൂടി കൃത്യം ഇവിടെ പറഞ്ഞെന്നാണ്. ഒരു ഒട്ടകത്തെ കാണാതെ തെരയാണ്. ആ ശരിയാ, ഞങ്ങൾ ഒട്ടകത്തെ കാണാതെ തെരഞ്ഞിരുന്നു. അത്ര കൃത്യമായിട്ടാണ്. എന്താ സ്പീഡ് എന്നറിയോ? നാട്ടിലങ്ങനത്തെ വാഹനം വാങ്ങാൻ കിട്ടൂല. കണ്ണെത്തുന്നിടത്തേക്ക് കാലെത്തും, ആ ദൂരം, ആ സ്പീഡാണ്. ഇവിടെ നമ്മളെ കണ്ണെടുക്കത്തിന് അവിടക്കത്തോ കാല്, അവിടക്കത്തോ സഹോദരങ്ങൾ. ഏതെങ്കിലും വണ്ടി, ആ വണ്ടിയിൽ ഓടുമ്പോ കണ്ണെത്തുന്നിടത്തേക്ക് ബാക്കിയെത്തോ പറന്നെത്തോ. അത്രയും ഹൈ സ്പീഡിലാണ് ആ വാഹനം പോകുന്നത്. ബുറാഖ് അവരെ കണ്ടു, തിരിച്ചു വന്നു. നിങ്ങളെ കണ്ടൂലേ? കണ്ടു. നിങ്ങളെ വിളിച്ചു. ഇനിയിപ്പോ എന്താ വേണ്ടി? ഇനി വിശ്വസിക്കന്നെ. വിശ്വാസരംഗത്ത് ചെറിയ ഇളക്കുള്ളവർ കണ്ട് ഉറപ്പ് കൂടി, മനസ്സിൽ ഈമാൻ കട്ടികൂടി. ഇത്തരത്തിൽ വലിയ ഒരു സംഭവത്തെ സഹോദരന്മാരെ, മുസ്ലിങ്ങൾക്കിടയിൽപ്പെട്ട ഒരു വിഭാഗം, ഒരു വർഗം സ്വപ്നമായി അവതരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എത്ര മോശങ്ങളെന്ന് ആലോചിച്ചു. ഈ ബഹുമാനം, ഈ സ്ഥാനം ആർക്കാ അള്ളാഹു കൊടുത്തത്? ആദരവായ സയ്യിദുനാ റസൂലുള്ളാഹി. സ്വപ്നാണെങ്കിൽ അത് ഇത്ര വലുതായി പറയാണ്ടോ? ഞാനും നിങ്ങളും വൈറ്റ് ഹൗസിൽ പോയി എന്തെല്ലാം സ്വപ്നം കാണുന്നത്, ഇതുവരെ എത്തിയാണ്. ഈ കൂട്ടത്തിൽ കുറെ ആൾക്കാർ യൂറോപ്പില് പല സ്ഥലങ്ങളും, ഇപ്പൊ യുദ്ധം നടക്കുന്ന ഉക്രൈനിലൊക്കെ എത്തിയിട്ടുണ്ടോ? എവിടെ എന്തെല്ലാം കാണുന്നു? അതിപ്പോ ഒരു വലിയ സംഭവമാക്കി പറയണ്ടോ? ഇതൊരു യാഥാർത്ഥ്യമാണ്. തെളിവൊക്കെ വേറെ പുറമെ പറയാം.
ശാരീരിക യാത്രയാണ് എന്നുള്ളതിന് ആയത്തിൽ തന്നെ തെളിവുണ്ട്. അള്ളാഹു പറഞ്ഞത് എങ്ങനെ? നബി തങ്ങളെ പേരല്ല പറഞ്ഞത്, അസ്റാ ബി അബ്ദിഹി. അബ്ദ് എന്ന വാക്കിന്റെ അർത്ഥം റൂഹും ജസദും മുറക്കവായതിനാണ് അബ്ദ് എന്ന് പറയാം. ആത്മാവും ശരീരവും സംയോജിപ്പിച്ചതിനാണ് അടിമ എന്നുള്ള. അടിമയും കൊണ്ടാ പോയത്, റൂഹും കൊണ്ടല്ല. ബി നബിഹി എന്ന് പറഞ്ഞാൽ സംശയിച്ചിരുന്നു, ബി റസൂലിഹി എന്ന് പറഞ്ഞാൽ സംശയിച്ചിരുന്നു, വേറെ ഏത് പേര് പറഞ്ഞാലും സംശയിച്ചിരുന്നു. അതിനാണ് അള്ളാഹു ഒന്നിനും ആശങ്കയ്ക്ക് ഇടയില്ലാത്ത വിധം ബി അബ്ദിഹി, അസ്റാ ബി അബ്ദിഹി എന്ന് പറഞ്ഞു. ഞാനൊരു ഉദാഹരണം പറഞ്ഞ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം കിട്ടുന്ന എല്ലാ മഹത്വങ്ങളും ഇടിച്ച് താഴ്ത്തുന്ന ഒരു വിഭാഗം ഈമാൻ ഉണ്ട് എന്ന് പറയാൻ പറ്റുമോ? അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അതിൽ കുടുങ്ങരുത്, ആ ചതിയിൽ കുടുങ്ങരുത്. ഇൽമു സ്വീകരിക്കണം, നല്ല ഈമാൻ സ്വീകരിക്കണം. എന്റെ ഉമ്മമാരോട് പറയുന്നു, പലതും നിങ്ങൾ വായിക്കും, പലതും നിങ്ങൾ കേൾക്കും, ഈമാനിന് പുഴുക്കുത്ത് ബാധിക്കരുത്. ചെയ്ത നിസ്കാരങ്ങൾ വെറുതെയാകും, ചെയ്ത അമലുകൾ വെറുതെയാകും, ആഖിറത്തിൽ കാണാൻ പറ്റൂല, മരുഭൂമിയിലെ മരീചിക പോലെയാകും. വിശ്വാസ ബാങ്ക് കൊടുത്ത ഉടനെ പള്ളിയിലേക്ക് ഇരച്ചു കയറുന്ന ഒരു വിഭാഗമാണ് ഷിയാക്കൾ. കണ്ടിട്ടുണ്ടോ? ബാങ്ക് അങ്ങോട്ട് കൊടുത്താൽ മതി, അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ മതി, ഇരച്ചു കയറും. എന്താവല്ലേ ഈമാൻ? വിഭാഗക്കാരുണ്ടവര് എല്ലാത്തിന്റെ ഈമാൻ പുഴുക്കത്ത് ബാധിച്ചതാണ്. ഒരു കൂട്ടം ആൾക്കാരെ ഈമാൻ എന്താന്ന് വെച്ചാൽ റസൂലാകേണ്ടത് അലി റളിയല്ലാഹു അൻഹു ആണ് എന്ന് പറഞ്ഞാൽ അല്ലാഹു തആലക്ക് തെറ്റി. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ റസൂലാക്കി നിശ്ചയിച്ചത് അല്ലാഹു തആലല്ലേ? മക്കത്താരോ യോഗം കൂടി തീരുമാനിച്ചതാ? മദീനത്താരോ മീറ്റിംഗ് കൂടിയിട്ട് പാസ്സാക്കിയതാണോ? ഇജാസിന് തെരഞ്ഞെടുപ്പ് നടന്നിട്ട് മത്സരിച്ച് ജയിച്ചതാണോ? അല്ലല്ല. അല്ലാഹു അഅലമു ഹൈസു യജഅലു റിസാലതഹു. റസൂൽ റിസാലത്ത് ആർക്ക് നൽകണം, ഏത് കുടുംബത്തിൽ നിന്ന് റസൂലിനെ കൊണ്ടുവരണം, അതേറ്റം അറിയുന്നവൻ അല്ലാഹുവാണ്. മറ്റാർക്കും ആ അറിവില്ല, മറ്റാർക്കും ആ വിവരം ഇല്ല. അള്ളാഹുവിനറിയാം എവിടുന്ന് വരണം, ആർക്കത് നൽകണം, അള്ളാഹുവിന്റെ തീരുമാനമാണ്. ഇവർ പറയുന്നു, സഹോദരന്മാരെ, വായിച്ചാൽ തന്നെ വിഷമല്ലേ, റസൂലാകേണ്ടത് അലി റളിയല്ലാഹു അൻഹു ആണ്, സ്ഥാനം അങ്ങോട്ട് തട്ടിയെടുത്തതാണ് ഒരു വിഭാഗം. വേറെ വിഭാഗം പറയുന്നു, ഒന്നാമത്തെ ഖലീഫയാകേണ്ടത് അലി റളിയല്ലാഹു അൻഹു ആണ്, അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ തട്ടിയെടുത്തതാണ്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. മുസ്ലിം സമൂഹത്തിന് വിശ്വസിക്കാൻ പറ്റുമോ ഇത്? ഇങ്ങനെ തുടങ്ങിയുള്ള വിശ്വാസ വൈകല്യങ്ങൾ വെച്ചു പുലർത്തിയിട്ട് ഒരുപാട് അമലുകൾ ചെയ്തിട്ട് ആ അമലുകളൊക്കെ മരീചികയാകും. അതുകൊണ്ട് വിശ്വാസ രംഗത്ത് വൈകല്യം ബാധിക്കരുത്. യുക്തിവാദിയും നിസ്കരിക്കുന്നവനുണ്ട്, യുക്തിവാദികളും നിസ്കരിക്കുന്നവരുണ്ട്, പുത്തൻവാദികളും നിസ്കരിക്കുന്നവരുണ്ട്, ദീനിന്റെ ഒരു വിഷയത്തിനും വിശ്വാസമില്ലാത്തവനും നിസ്കരിക്കുന്നുണ്ട്. അഅമാലുഹും കസറാബിൻ ബിഖിആ. അവരുടെ കുടുംബബന്ധം പുലർത്തിയത്, നോമ്പ് നോറ്റത്, നോമ്പ് തുറപ്പിച്ചത്, ദാനധർമ്മം ചെയ്തത്, ശുശ്രൂഷിച്ചത്, ജനങ്ങൾക്ക് വേണ്ടി ഒരുപാട് സന്നദ്ധ സംഘങ്ങളിൽ പ്രവർത്തിച്ചത്, സാന്ത്വന പ്രവർത്തനങ്ങൾ നടത്തിയത് മരുഭൂമിയിലെ മരീചിക പോലെയാണ്. ദാഹിച്ചവശനായവൻ ദൂരത്തുനിന്ന് കണ്ടാൽ വെള്ളമെന്ന് കരുതും. ഇവനോ ഇവിടെ വിചാരിക്കും ആഖിറത്തിലൊക്കെ കിട്ടുമെന്ന്. ഒക്കെ കിട്ടും, ഈമാൻ കൊണ്ട് തന്നെ ഒക്കെ കിട്ടും, ഒക്കെ കിട്ടുന്നാണ് അവന്റെ വിശ്വാസം. അത് തന്നെ ഒരു തെറ്റാണ്. ഈമാനില്ലാതെ ഇതുകൊണ്ട് കിട്ടുന്നല്ലേ അവന്റെ വിശ്വാസം, അത് കുഫറിന്റെ മേലെ കുഫറാണ്. ഒന്നാമതോന് കിട്ടൂല, കിട്ടുന്നുള്ള വിശ്വാസം അതും കുഫറാണ്. കുഫറിന്റെ മേലെ കുഫർ വന്നിട്ട് അവന് കടുത്ത ശിക്ഷയാണ്. അള്ളാഹുവിന്റെ അടുക്കൽ അങ്ങനെ അവനെത്തുന്ന സമയത്ത് വജദല്ലാഹ ഇൻദഹു ഫവഫാഹു ഹിസാബാ. അള്ളാഹിനോട് അവൻ ചോദിക്കും, പടച്ചോനെ, ഞാനത് ചെയ്തിരുന്നല്ലോ, ഞാനിത് ചെയ്തിരുന്നല്ലോ, പക്ഷേ പുസ്തകത്തിലൊക്കെ ബ്ലാങ്ക് ആണല്ലോ. അല്ലാഹു തആല പറയും, നീ അത് ചെയ്തിരുന്നു അല്ലേ, പക്ഷേ നിനക്ക് ഈമാനില്ലല്ലോ, നിനക്ക് വേണ്ട ഈമാനില്ലല്ലോ, പിന്നെ നീ അത് ചെയ്തിട്ട് ഫലമില്ലല്ലോ, നിനക്ക് തരേണ്ട ഫലം ദുനിയാവിൽ തന്നെ തന്നുപോയി. ഇവിടെ കൊടുക്കാനുള്ളത് ഈമാനുള്ളവർക്കാണ്.
ആ കൂട്ടത്തിൽ നീ പെട്ടതുമില്ല. പിന്നെങ്ങനെയാ നിനക്കത് കിട്ടാൻ വകുപ്പ്? നിനക്ക് കാര്യമായി കിട്ടാൻ ഒരു വകുപ്പും കാണുന്നില്ല. സുബ്ഹാനല്ലാഹ്. അല്ലെങ്കിൽ അല്ലാഹു അവരുടെ അമലുകളെ ഉദാഹരിച്ചത്, അവരുടെ കർമ്മങ്ങളെയും ഉദാഹരിച്ചത് ഔ കളുലുമാത്തിൻ, ഇരുളുകളെ പോലെയാണ്, തമസ്സുകളെ പോലെയാണ്. ആ ഇരുട്ടുകൾ സാധാരണ ഇരുട്ടല്ല. ഫീ ബഹരിൻ ലുജ്ജിയിൻ, ആഴക്കടലിൽ ഉള്ള ഇരുളുകളെ പോലെയാണ്. എന്താണ് ആഴക്കടലിന്റെ സ്വഭാവം? യഗ്ശാഹു മൗജുൻ, ആ ആഴക്കടലിനെ പൊതിയുന്നു, അതിനെ മറക്കുന്നു, അതിനെ മൂടുന്നു. മൗജുൻ, ഒരു വൻ തിരമാല. സഹോദരങ്ങളെ, തിരമാല അടിയിലുണ്ട്, അടിയിലൊരു വൻ തിരമാലയുണ്ട്. മിൻ ഫൗഖിഹി മൗജുൻ, ആ തിരമാലക്ക് മുകളിൽ മറ്റൊരു തിരമാലയുണ്ട്. മിൻ ഫൗഖിഹി സഹാബ്, മുകളിലെ തിരമാലക്ക് മുകളിൽ മേഘമുണ്ട്. അടിയിൽ നിന്ന് തന്നെ തിരമാല തട്ടുതട്ടായി കൂട്ടം കൂട്ടമായി വരുന്നുണ്ട്. കുറെ ആൾക്കാരൊക്കെ സംബന്ധിച്ചത് സുനാമി ഉണ്ടായപ്പോഴാണ്. അടിച്ചങ്ങോട്ട് കയറിയപ്പോ മുകളിൽ കാണാനൊന്നുമില്ല, ശാന്തമാണ്. ശാന്തമാണെങ്കിലും ആൾക്കാർ പറയും അടിയൊഴുക്ക് നല്ലോണം ശക്തമാണ്, ശ്രദ്ധിക്കണം. അടിയിലുമുണ്ട് ഇരച്ചു വരുന്ന തിരമാലയുണ്ട്. ആ തിരമാലക്ക് മുകളിൽ പിന്നെയും തിരമാലയുണ്ട്. തിരമാലക്ക് മേലെ പിന്നെ മേഘമുണ്ട്. ഒക്കെ കട്ടിയട്ടിയായിട്ട് അല്ലാഹു തആല ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ കട്ടി കൂടുന്നതിനനുസരിച്ച് ഇരുളും കൂടി വരും. തിരമാലകൾ കൂടുന്നതിനനുസരിച്ച് ഇരുട്ടും കൂടി വരും. എത്രത്തോളം ഉണ്ടായിരുട്ട്? ളുലുമാത്തുൻ ബഅ്ളുഹാ ഫൗഖ ബഅ്ൾ, ഇരുട്ടുകൾ തന്നെ, ഇരുളുകൾ തന്നെ, ചിലതിന് മേലെയാണ് മറ്റു ചിലതുള്ളത്. ഇദാ അഖ്റജ യദഹു ലം യഖദി യറാഹാ, ഒരാളയാളെ കൈയൊന്ന് പുറത്തേക്ക് എടുത്താൽ, എവിടുന്ന്? ഈ തിരമാലക്കകത്ത് നിന്ന് കൈയൊന്ന് പുറത്തേക്ക് കാണിച്ചാൽ അതയാൾ കാണാൻ കഴിയൂല, കാണാനടുത്താകൂല. തൊട്ടടുത്ത് നിൽക്കുന്ന കൈ പോലും കാണാത്ത രൂപത്തിൽ കറുപ്പാണ്, ഇരുട്ടാണ്. എന്ന് പറഞ്ഞാൽ കൂരിരുട്ടാണ്. വമല്ലം യജഅലില്ലാഹു ലഹു നൂറൻ ഫമാ ലഹു മിൻ നൂർ, അല്ലാഹു നൂർ നൽകാത്തവന്, അല്ലാഹു ഈമാൻ നൽകാത്തവന് ഒരു നൂറുമില്ല. അല്ലാഹു ഈമാൻ നൽകാത്തവന് ഒരു ഈമാനും ഇല്ല. അല്ലാഹു നൂറ് നൽകിയവർക്കേ നൂറ് ലഭിക്കൂ.